നമസ്കാരം, ഞാൻ അഭിലാഷ് ടി നായർ. ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ മാസം അവസാനിക്കാൻ പോവുകയാണല്ലോ. ഡിസംബർ 31 മുമ്പ് ചെയ്തു തീർക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനും ഒപ്പം മറ്റു ചില വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഉദ്ദേശിച്ചാണ് ഈ എപ്പിസോഡ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ബാങ്ക് ലോക്കർ കരാർ പുതുക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31. ലോക്കർ കരാർ പുതുക്കിയില്ലെങ്കിൽ ലോക്കറുകൾ മരവിപ്പിച്ചേക്കാം. ബാങ്കുകളിലെ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുകൾ കൈവശം വെക്കുന്നതിന് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കാൻ ഡിസംബർ 31 വരെ മാത്രം സമയം. ലോക്കറുള്ളവർ ബാങ്ക് ശാഖയിൽ ബന്ധപ്പെട്ട് കരാർ പുതുക്കിയെന്ന് ഉറപ്പിക്കണം. സമയപരിധി കഴിഞ്ഞാൽ ലോക്കറുകൾ ബാങ്കുകൾ മരവിപ്പിക്കാനിടയുണ്ട്. ഈ സാഹചര്യം ഒഴിവാക്കാൻ ലോക്കർ കൈവശമുള്ളവർ എത്രയും വേഗം ബാങ്കിനെ സമീപിച്ച് കരാർ പുതുക്കുക. ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവരും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമുള്ളവരും നോമിനിയെ ചേർക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31. ഓഹരി നിക്ഷേപത്തിനുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും നോമിനിയെ ചേർക്കാനുള്ള സമയപരിധി ഡിസംബർ 31 അവസാനിക്കും. സെപ്റ്റംബർ 30 അവസാനിക്കേണ്ടിയിരുന്ന സമയപരിധിയാണ് 4 മാസം കൂടി നീട്ടിയത്. നോമിനി ഇല്ലാത്ത അക്കൗണ്ടുകൾ ഡിസംബർ 31 ശേഷം മരവിപ്പിക്കും. വായ്പ എഴുതിത്തള്ളൽ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വ്യാജ വായ്പ എഴുതിത്തള്ളൽ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. മാധ്യമങ്ങൾ വൻതോതിൽ പരസ്യം ചെയ്യുന്ന ഇത്തരം അനധികൃത ഏജൻസികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് RBI അറിയിച്ചു. സർവീസ് ചാർജ് ഈടാക്കി വായ്പ എഴുതിത്തള്ളൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്നും RBI വ്യക്തമാക്കി. ഓഹരികളുടെ ഈടിന്മേൽ വായ്പ നൽകാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഡിമാറ്റ് അക്കൗണ്ട് ഉടമകൾക്ക് തങ്ങളുടെ കൈവശമുള്ള ഓഹരികളുടെ ഈടിന്മേൽ വായ്പ നൽകുന്ന പദ്ധതി സൗത്ത് ഇന്ത്യൻ ബാങ്ക് അവതരിപ്പിച്ചു. ചെറിയ വ്യക്തിഗത വായ്പകളിൽ നിയന്ത്രണം തുടങ്ങി ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും. ഈടില്ലാത്ത വായ്പകൾക്ക് RBI കടിഞ്ഞാൺ ഇട്ടതോടെ വിവിധ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ചെറിയ തുകയുടെ വ്യക്തിഗത വായ്പ നൽകുന്നത് കുറയ്ക്കാൻ ഒരുങ്ങുന്നു. പേടിഎം 50,000 രൂപയ്ക്ക് താഴെയുള്ള വായ്പകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 50,000 രൂപയിൽ കുറഞ്ഞ വായ്പകൾ ഘട്ടം ഘട്ടമായി കുറച്ച് വലിയ തുകയുടെ വായ്പകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പേടിഎം വ്യക്തമാക്കിയിരിക്കുന്നത്. കുഞ്ഞൻ വായ്പകൾ പെരുകി 10,000 രൂപയിൽ താഴെയുള്ള കുഞ്ഞൻ വായ്പകൾക്ക് ആവശ്യക്കാർ വൻതോതിൽ വർദ്ധിച്ചിരുന്നു. ഇതാണ് RBIയെ നടപടിയെടുക്കാൻ പ്രേരിപ്പിച്ചത്. സിംഗിൾ ഫേസ് കണക്ഷനിൽ 5 കിലോവാട്ടിൽ കൂടിയാൽ ഇനി 3 ഫേസ്. സിംഗിൾ ഫേസ് കണക്ഷനിൽ 5 കിലോവാട്ടിൽ കൂടുതൽ കണക്റ്റഡ് ലോഡ് ഉപയോഗിക്കുന്നവർ 3 ഫേസിലേക്ക് മാറണമെന്ന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. കൂടുതൽ ലോഡ് ഉപയോഗിക്കുന്നവർക്ക് സ്വയം 3 ഫേസിലേക്ക് മാറാനുള്ള പദ്ധതി KSEB ഉടൻ പ്രഖ്യാപിക്കും. ഇടപാടുകാരനെ അറിയിക്കാതെ വായ്പാ റിപ്പോർട്ട് രഹസ്യമായി പരിശോധിക്കാനാവില്ല. ഉപഭോക്താക്കളുടെ വായ്പാ വിവരങ്ങളുടെ റിപ്പോർട്ടുകൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ വിവരം 24 മണിക്കൂറിനുള്ളിൽ ഉപഭോക്താക്കളെ അറിയിക്കണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്രെഡിറ്റ് വിവരങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന കമ്പനികൾക്കാണ് RBI ശ്രദ്ധേയമായ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ സംരക്ഷണവും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് RBI ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ഇമെയിലായോ SMS ആയോ വിവരം നൽകേണ്ടി വരും. അതും 24 മണിക്കൂറിനുള്ളിൽ തന്നെ. ഏതെങ്കിലും സാമ്പത്തിക സ്ഥാപനങ്ങൾ ഒരാളുടെ ക്രെഡിറ്റ് വിവരങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ശേഖരിക്കുകയാണെങ്കിൽ അയാൾക്ക് അതേക്കുറിച്ച് അറിയിപ്പ് ലഭിക്കും. ഉപഭോക്താവിന്റെ ഇമെയിൽ വിലാസമോ മൊബൈൽ നമ്പറോ ലഭ്യമാണെങ്കിൽ മാത്രമേ ഈ നിർദ്ദേശം ബാധകമാകൂ. RBIയുടെ ഈ സുപ്രധാന നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. സഹകരണ സംഘങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ തുടർക്കഥയാകുന്നതിനിടെ വീണ്ടും മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക്. സഹകരണ സംഘങ്ങൾക്ക് ബാങ്ക്, ബാങ്കർ, ബാങ്കിംഗ് എന്നിവ പേരിൽ ഉപയോഗിക്കാൻ അവകാശമില്ല. ഇവർക്ക് ബാങ്കിംഗ് ലൈസൻസ് നൽകിയിട്ടില്ലാത്തതിനാൽ നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീമിൽ നിക്ഷേപ സുരക്ഷ ലഭിക്കില്ല. C ക്ലാസ് അംഗങ്ങളുടെ നിക്ഷേപം സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും RBI വ്യക്തമാക്കുന്നു. ക്രെഡിറ്റ് സ്കോർ സംബന്ധിച്ച പരാതി പരിഹാരം വൈകിയാൽ ഇനി നഷ്ടപരിഹാരം നൽകേണ്ടി വരും. സിബിൽ അടക്കമുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ സ്ഥാപനങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും റിപ്പോർട്ടും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കാൻ വൈകിയാൽ ഓരോ ദിവസത്തിനും 100 രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് RBI. 2024 ഏപ്രിൽ 24 മുതൽ ഇത് നിലവിൽ വരും. പരാതി നൽകി 30 ദിവസത്തിനുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകും. 21 ദിവസത്തിനകം വിവരം കൈമാറിയില്ലെങ്കിൽ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്.
21 ദിവസത്തിനകം വിവരം ലഭിച്ചിട്ടും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ സ്ഥാപനവും പരാതി പരിഹരിച്ച് 5 ദിവസത്തിനകം ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണം. ഇൻഷുറൻസ് പോളിസി സംബന്ധിച്ച വിവരം പോളിസി ഹോൾഡറുടെ മാതൃഭാഷയിൽ നൽകണമെന്ന് IRDAI. ഇൻഷുറൻസ് പോളിസി വിവരങ്ങൾ വ്യക്തമാക്കുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് 2024 ജനുവരി 1 മുതൽ ലളിതമാക്കണമെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. കമ്പനികൾ പോളിസി ഉടമകൾക്ക് നൽകുന്ന ഈ ഷീറ്റിൽ എന്തിനൊക്കെ കവറേജ് കിട്ടും, കിട്ടില്ല, വെയിറ്റിംഗ് പീരിയഡ് വ്യവസ്ഥകൾ എന്നിവയെല്ലാം ഉണ്ടാകും. എടുത്ത പോളിസിയുടെ വ്യവസ്ഥകൾ വ്യക്തമായി അറിയാനുള്ള അവകാശം ഉപഭോക്താവിന് ഉണ്ടെന്നും അതിനാൽ ആവശ്യപ്പെട്ടാൽ പ്രാദേശിക ഭാഷയിൽ അത് ലഭ്യമാക്കാനുള്ള ചുമതല ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടെന്നും IRDAI വ്യക്തമാക്കി. മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.